നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാം കഴിഞ്ഞ് ഞാൻ അവളുടെ മുന്നിലേക്ക് വരുമ്പോ എത്ര ഭംഗിയായിട്ടാ സാർ അവള് സംസാരിച്ചെന്നറിയോ? മിത്ര മാഡത്തിന് ഓഫീസ് നാട്ടി പായിക്കണം, സൂര്യ സാറിനോട് പറഞ്ഞ് അതിനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ എന്ത് ആവേശത്തോടെ അവള് പറഞ്ഞത്. സാറിനോട് പറയാൻ സത്യത്തിൽ എനിക്ക് പേടിയായിരുന്നു. സാറ് ബഹളം ഉണ്ടാക്കുന്നുള്ള പേടി. നന്ദിനി, ഈ കാര്യത്തിൽ വലിയ ബഹളം ഉണ്ടാക്കിയിട്ട് പ്രയോജനമൊന്നുമില്ല. കനക പ്രശ്നക്കാരിയാണെന്ന് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞാലും അവർ ചിലപ്പോൾ അത് വിശ്വസിക്കില്ല, തള്ളിക്കളയും. അതുകൊണ്ട് കനകയിൽ നിന്ന് തന്നെ നമ്മൾ തെളിവുണ്ടാക്കണം. എങ്ങനെ? അതിനുള്ള വഴി എനിക്കറിയാം. താൻ വാ. സർ, അത് ഇത്രയും സൂക്ഷ്മമായിട്ട് നമ്മൾ ചതിച്ച ഒരുത്തിയോട് അതിലും സൂക്ഷ്മമായിട്ട് വേണം നമ്മൾ പ്രതികരിക്കാൻ. താൻ വാ. അവിടെ ഫോണ് ഒച്ചുണ്ടാക്കാതെ പോയെടുക്ക്. ഫോണില് റെക്കോർഡിംഗ് ഓണാണ്. മിത്രയെ അവള് വീണ്ടും വിളിക്കും. അത് മുഴുവൻ റെക്കോർഡാവും. നാളെ അതായിരിക്കും കനയ്ക്കും മിത്രയ്ക്കും എതിരെ നമ്മളെ ഹാജരാക്കുന്ന തെളിവ്. വാ. ഇങ്ങനെയൊരു തെളിവില്ലാതെ ഇവളെ പ്രസന്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇത് വിശ്വസിക്കുമായിരുന്നോ? മിത്രയെ തോൽപ്പിക്കാനുള്ള കള്ളക്കഥ എന്ന് പറഞ്ഞ് തള്ളിക്കളയുമായിരുന്നില്ല ഇതൊക്കെ? പറയേ, ഈ കുടുംബത്തിനെ ചതിക്കാനും എന്നെയും നന്ദിനി കൊലപ്പെടുത്താനും എന്തായിരുന്നു മിത്ര നിനക്കെന്ന കൂലി? മര്യാദയ്ക്ക് പറഞ്ഞോ. മിത്രമ്മയുടെ എനിക്ക് പണം തരുമായിരുന്നു. എപ്പോ ചോദിച്ചാലും തരും. കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ. എനിക്ക് നന്ദിനിക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. മനസ്സിൽ തോന്നിയ മനുഷ്യത്വത്തിന്റെ പേരിൽ ഇവളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഇവളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ മിത്രയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരുത്തി ഇതിനകത്ത് കയറി കൂടുമായിരുന്നു. ബിക്കോസ് ഈ കുടുംബം വെണ്ണീറാക്കണമെന്ന് അവൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. സർ, മിത്രയാ.
ദേ, നീ അവളോട് സംസാരിക്കണം. നിന്റെ സംസാരത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. ഓക്കെ? പതിവ് പോലെ, വിശ്വസ്ത പോലെ നീ അവളോട് സംസാരിക്കണം. നന്ദിനി, സ്പീക്കറിലുണ്ട്. ഹലോ കനക. ഹലോ കനക. ഹലോ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? പറഞ്ഞോ മാഡം. ആ, എല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തില്ലേ? സൂര്യക്കും നന്ദിനിക്കും അത് കലർത്തി കൊടുത്തില്ലേ? കൊടുത്തു മാഡം. അവർ കുറച്ചു മുമ്പ് കുടിച്ചതേ ഉള്ളൂ. ആ, വെരി ഗുഡ്. കുറച്ചു നേരം കഴിയുമ്പോ രണ്ടുപേരുടെയും ശരീരം തളരാൻ തുടങ്ങും. ഡോക്ടറുടെ അടുത്ത് പോയാലും പെട്ടെന്നൊന്നും ശരീരത്തിൽ കലർന്നിരിക്കുന്നത് ഡോക്ടർക്ക് കണ്ടെത്താൻ പറ്റില്ല. പതുക്കെ പതുക്കെ അവരുടെ നില വഷളാകും. എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാകും. യെസ്, ഒരാഴ്ച. എല്ലാത്തിനെയും തീർത്ത് കെട്ടാൻ ഒരാഴ്ച മതി എനിക്ക്. കനക, അവിടെ നടക്കുന്ന കാര്യങ്ങള് അതേ നിമിഷം തന്നെ നീ എന്നെ വിളിച്ചു പറയണം. പറയാം മാഡം. പിന്നെ അവൾ എവിടെയുണ്ട്? അവിടുത്തെ മഹാറാണി പത്മ. ഇവിടെ തന്നെ ഉണ്ട് മാഡം. ബിസിനസ് ലോകത്തെ ഉരുക്ക് വനിത. അതാണ് അവൾക്ക് ചിലര് ചാർത്തി കൊടുത്തിരിക്കുന്ന വിശേഷണം. പക്ഷേ മിത്രയുടെ ബുദ്ധി പത്മയ്ക്ക് അറിയില്ല. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ പത്മയുടെ കുടുംബത്തിന്റെ സർവനാശം തുടങ്ങാൻ പോവുക. വിതിൻ 1 month ഈ സിറ്റിയിലെ തെരുവോരത്ത് എവിടെയെങ്കിലും കരഞ്ഞ് കണ്ണു കലങ്ങിയിരിക്കുന്ന ഭ്രാന്തിയായ അവരെ എനിക്ക് കാണണം. നീ ഫോൺ വെച്ചോ. ഞാൻ എന്റെ ഭാവി അമ്മായി അമ്മയൊന്ന് വിളിക്കട്ടെ.